ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ നെയ്യപ്പം തയ്യാറാക്കാൻ നോക്കാം. കുതിർത്ത് വെച്ച പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം തേങ്ങ കൂടി ഇട്ട് കൊടുക്കുക. തയ്യാറാക്കി വെച്ച ശർക്കര പാനിയും കൂടി ചൂടോടുകൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി അരച്ചെടുക്കുക. അങ്ങനെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒരല്പം സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴേക്കും നമ്മുടെ സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ പാം ഓയിലാട്ടോ ഉപയോഗിക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്ന ഓയിലിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. കയ്യിൽ കൊണ്ട് ഇതിൻ്റെ മുകളിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ല പൊങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഭാഗം ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ നെയ്യപ്പം തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ നെയ്യപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.